Hello dear student, welcome to SL Classes online program. എൻ്റെ പേര് അബ്ദുൽ സലാം. SSLC കംപ്ലീറ്റഡ് ആയി +1 +2 കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ കാത്തു നിൽക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. +1 സയൻസ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ടോട്ടലി നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ളത് 6 സബ്ജക്ട്സാണ്. 2 സബ്ജക്ട്സ് ലാംഗ്വേജ് സബ്ജക്റ്റാണ്, ഇംഗ്ലീഷ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ്. പിന്നെയുള്ളത് 4 കോർ സബ്ജക്ട്സ് ആണ് +1 മെയിൻ സിലബസ് കണ്ടന്റ്. അതിൽ പല ഗ്രൂപ്പ് ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ് ബയോമാത്സ് ഗ്രൂപ്പ്. ബയോമാത്സ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള 4 കോർ സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി ആയിരിക്കും. ഇതല്ലാത്ത മറ്റു ചില ഗ്രൂപ്പുകളിൽ ബയോളജി ഓർ മാത്തമാറ്റിക്സിന് പകരം കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ചില ഓപ്ഷണൽ സബ്ജക്റ്റുകളോ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എന്തായാലും ഏത് സയൻസ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് നിർബന്ധമായുമുള്ള 2 സയൻസ് വിഷയങ്ങളായിരിക്കും ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഇതിൽ +1 സിലബസിലെ ഫിസിക്സ് ലെസൺസ് ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. 10th വരെയുള്ള നമ്മുടെ സ്റ്റഡി, ഒരു സ്കൂൾ ലെവൽ സ്റ്റഡിയുടെ ഒരു ഘട്ടം നമ്മൾ കംപ്ലീറ്റ് ആയി നിൽക്കുകയാണ്. ഹയർ സെക്കൻഡറി ലെവൽ എന്ന് പറയുന്ന നമ്മുടെ പഠനത്തിൻ്റെ തന്നെ അടുത്തൊരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഉയരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു 10th നിന്ന് +1 വരുമ്പോൾ നമ്മുടെ സിലബസിലും സ്റ്റഡി മെത്തേഡ്സിലും എല്ലാം ഒരു വലിയ ചേഞ്ചാണ് വരാൻ പോകുന്നത്. 9th നിന്ന് 10th വന്നതുപോലെ അല്ല 10th നിന്ന് 11th മാറ്റം. നിങ്ങൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സും ബ്രദർ ഓർ സിസ്റ്റർ ഒക്കെ ചിലപ്പോൾ നേരത്തെ സയൻസ് ഗ്രൂപ്പുകൾ പഠിച്ച് പോയവരുണ്ടാവും. അവരോട് ചോദിച്ചാലും അറിയാം, നമ്മുടെ സിലബസിൻ്റെ ടോട്ടൽ കണ്ടന്റ് തന്നെ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സബ്ജക്റ്റുകളുടെ എണ്ണം 6 കുറഞ്ഞെങ്കിൽ പോലും ഓരോ സിലബസിലെയും ഓരോ സബ്ജക്റ്റിലെയും ടോട്ടൽ ചാപ്റ്റേഴ്സിൻ്റെയും ആ ചാപ്റ്റേഴ്സിൻ്റെ ഡെപ്തും നമ്മൾ ഇതുവരെ പഠിച്ച പോലെയല്ല, കുറച്ചും കൂടി അധികം പഠിക്കാനുണ്ട്. കാരണം ഈ +1 +2 കോഴ്സിന് ശേഷമാണ് +2 കംപ്ലീറ്റ് ആകുമ്പോഴാണ് കേരളത്തിലെയും ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിലെയും പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ള പല സ്ഥാപനങ്ങളിലേക്കുമുള്ള അഡ്മിഷന് വേണ്ടി പലതരം എൻട്രൻസ് എക്സാമുകൾ നമ്മൾ അപ്പിയർ ചെയ്യാൻ പോകുന്നത്. ഈ എൻട്രൻസ് എക്സാമുകളെല്ലാം പലതും ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് എക്സാംസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസും അതിനനുസരിച്ച് കുറച്ച് സ്റ്റാൻഡേർഡാണ്. NCERT എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിനെയാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഫോളോ ചെയ്യുന്നത്. അത് നിങ്ങൾ സ്റ്റേറ്റ് സിലബസിലായാലും CBSE സിലബസിലായാലും ടെക്സ്റ്റ് ബുക്ക് സെയിം ആണ്, പഠിക്കാനുള്ള കണ്ടന്റ് സെയിം ആണ്. കോൺസെപ്റ്റുകൾക്കോ ചാപ്റ്ററിൻ്റെ കണ്ടന്റിനോ എണ്ണത്തിനോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. എക്സാമിൻ്റെ പാറ്റേണിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കേരള സിലബസ് കേരള ഗവൺമെൻറ് നടത്തുന്ന ഒരു എക്സാമും CBSE സെൻട്രൽ ബോർഡ് നടത്തുന്ന ഒരു എക്സാമും, അങ്ങനെ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിനും സ്റ്റാൻഡേർഡിനും ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നല്ലാതെ ടോട്ടലി നമ്മൾ പഠിക്കുന്ന കണ്ടന്റിന് ഒരു വ്യത്യാസവുമില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ എൻട്രൻസ് എക്സാമുകളെയും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഓരോ സബ്ജക്റ്റിനെയും ഏറ്റവും ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ പ്രോഗ്രാമിലൂടെ സെറ്റ് ചെയ്യുന്നത്. വെറും ഒരു പെരിഫറൽ സ്റ്റഡി അല്ല, ഒരു സാധാ ട്യൂഷൻ പോലെ അല്ല. എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത് പോലെ കുറേ കൂടെ ഡീപ്പായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അതിൽ ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഫിസിക്സിൽ ഈ ഫസ്റ്റ് ഇയർ ഫിസിക്സിൻ്റെ സിലബസിനെ കുറിച്ചും ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചും പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിനെ നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ +1 സിലബസിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന 2 ടെക്സ്റ്റ് ബുക്കുകൾ, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. 2 ടെക്സ്റ്റ് ബുക്കുകളും കൂടി ആയിട്ട് ടോട്ടലി നമുക്ക് 15 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. കുറച്ചധികം ഡീപ്പായിട്ടുള്ള സിലബസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 8 ചാപ്റ്ററോളം പഠിക്കുന്നു. ദെൻ അടുത്ത പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും ഒരു 7ഓളം ചാപ്റ്ററും നമുക്ക് പഠിക്കാനുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ സിലബസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ സിലബസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഫിസിക്സിന് തന്നെ ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ 8th 9th 10th ക്ലാസ്സുകളിൽ ഫിസിക്സിൽ എന്തൊക്കെ പഠിച്ചു, പലതരം ടോപ്പിക്കുകളും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതിൽ ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചിനെ നമുക്ക് മെക്കാനിക്സ് എന്ന് പേര് വിളിക്കാം. മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മോഷനാണ്. ഡിഫറെൻറ്റ് ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യുന്നു. ഞാൻ ഈ മാർക്കറിനെ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ ഈ മാർക്കർ ഫ്രീ ഫോൾ എന്ന് പറയുന്ന ഒരു തരം മോഷൻ താഴേക്ക് കാണിക്കുന്നു. ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് എറിയുമ്പോൾ അത് മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് വീഴുന്നു.
ഒരു ഫുട്ബോൾ നമുക്ക് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ശക്തിയിൽ കിക്ക് ചെയ്താൽ അത് ദൂരേക്ക് തെറിച്ചു പോകുന്നു. ഒരു ജാവലിൻ നമ്മൾ എടുത്ത് ഓടി വന്നിട്ട് ജാവലിൻ ത്രോ മത്സരങ്ങൾ നമ്മൾ കാണുന്നു. പലതരം മരങ്ങളിൽ നിന്നും ഇലകളും മറ്റ് പഴങ്ങളും എല്ലാം താഴേക്ക് വീഴുന്നു. ഇങ്ങനെ എന്തെല്ലാം തരം മോഷൻസ്. നമ്മൾ നടക്കുന്നു, ഓടുന്നു, വാഹനങ്ങൾ നമുക്ക് ചുറ്റും പല തരത്തിൽ മൂവ് ചെയ്യുന്നു, ഫാൻ കറങ്ങുന്നു. ഇങ്ങനെ മോഷൻ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മോഷനിൽ പഠിക്കാനുണ്ട്. അത് ഫിസിക്സിൽ ഒരു വലിയ ബ്രാഞ്ചാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെക്കാനിക്സ്. നമ്മുടെ +1 സിലബസിൽ മേജർ ടോപ്പിക്കും കവർ ചെയ്യുന്നത് മെക്കാനിക്സ് ആണ്. മോഷന്റെ പല ടൈപ്പിനെ കുറിച്ചാണ് നമുക്ക് +1 സിലബസിൽ പഠിക്കാനുള്ളത്. ഓരോ ചാപ്റ്ററിന്റെ പേര് കാണുമ്പോൾ തന്നെ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, സർക്കുലർ മോഷൻ, റൊട്ടേറ്ററി മോഷൻ, ഫ്ലൂയിഡ് മോഷൻ, ഓസിലേറ്ററി മോഷൻ, വേവ് മോഷൻ ആൻഡ് സോ ഓൺ. ഇങ്ങനെ ഒരുപാട് തരം മോഷൻസ്. ഈ ഓരോ തരം മോഷൻസിനെയും വളരെ കൃത്യമായിട്ട് കീറി മുറിച്ച് അതിനെങ്ങനെയൊക്കെ നമുക്ക് മാത്തമാറ്റിക്കലി അനലൈസ് ചെയ്യാമെന്ന് മനസ്സിലാക്കി ഇതിനെയൊക്കെ വളരെ ഡീപ്പായിട്ട് ഡെപ്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇതാണ് നമ്മുടെ +1 സിലബസിന്റെ ഒരു മേജർ ഭാഗം. 12ഓളം ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്നത് മെക്കാനിക്സ് ആണ്. ദെൻ നമ്മുടെ സിലബസിൽ വരുന്ന മറ്റൊരു ഫിസിക്സിന്റെ ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹീറ്റ്. ടെമ്പറേച്ചറിനെ കുറിച്ച്, ഹീറ്റിനെ കുറിച്ച്, ഹീറ്റ് കൊണ്ട് ഡിഫറെന്റ് ബോഡികൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചുകളെ കുറിച്ച് ഈ ഒരു ബ്രാഞ്ചിനെ നമ്മൾ വിളിച്ച പേരാണ് തെർമോഡൈനാമിക്സ്. നമ്മുടെ സിലബസിൽ 3 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഹീറ്റിനെ കുറിച്ചും ഹീറ്റ് എനർജിയെ കുറിച്ചും പഠിക്കുന്ന ഭാഗം. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസിനെ കുറിച്ചുള്ള ഒരു ടോട്ടൽ ഓവർവ്യൂ. 2 ടെക്സ്റ്റ് ബുക്കുകൾ, ടോട്ടലി 15 ചാപ്റ്റേഴ്സ്, 2 ബ്രാഞ്ചുകൾ, മെക്കാനിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ദെൻ നമ്മൾ സിലബസിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയുന്ന ഒരു ചാപ്റ്റർ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിന്റെ പേരാണ് ഫിസിക്കൽ വേൾഡ്. ഞാൻ നേരത്തെയും പറഞ്ഞു 10th വരെയുള്ള സ്കൂൾ ലെവലിന്റെ ഒരു സ്റ്റഡി കഴിഞ്ഞ് നമ്മൾ ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു പുതിയ കോഴ്സിലേക്ക് എൻ്റർ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ആ കോഴ്സിനെയും സിലബസിനെയും സബ്ജക്റ്റിനെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഫിസിക്സ് എന്താണ് ഫിസിക്സിന്റെ സ്കോപ്പ്, ഫിസിക്സ് എന്ന വേർഡിന്റെ മീനിങ് എന്താണ്, ആ വേർഡ് എവിടെ നിന്നുണ്ടായി, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സയൻസ്, സയൻസ് എന്ന വേർഡിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്, ഇങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ. സയൻസും ഫിസിക്സും എങ്ങനെ ഡെവലപ്പ് ചെയ്തു, ഈ ഡെവലപ്മെന്റിന്റെ പല കാലഘട്ടങ്ങൾ, ഏത് കാലങ്ങൾ മുതലാണ് ഫിസിക്സിലെ ഓരോ കണ്ടുപിടുത്തങ്ങളും തുടങ്ങിയത്, അങ്ങനെ ഓരോ കാലഘട്ടത്തിലായിട്ട് പണ്ട് BC കാലഘട്ടം മുതൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഫിസിക്സിനെ കുറിച്ചും സയൻസിനെ കുറിച്ചും പലതരം സയന്റിസ്റ്റുകൾക്കും വലിയ അറിവുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഗലീലിയുടെയും ടോളമിയുടെയും കാലം മുതലേ പല പഠനങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. അതേസമയം വളരെ ഈ അടുത്ത കാലങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഫിസിക്സിന്റെ മോഡേൺ എറ എന്ന് പറയുന്നത് 1850 AD 1850കൾക്ക് ശേഷമുള്ള കാലമാണ് നമ്മൾ മോഡേൺ ഫിസിക്സിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ടാണ് ഇലക്ട്രിസിറ്റിയെ കുറിച്ചും ചാർജുകളെ കുറിച്ചും നമ്മൾ ഇന്ന് ചുറ്റും ഇലക്ട്രിസിറ്റിയുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ കണ്ടുപിടിച്ച് തുടങ്ങിയിട്ട് വെറും 200-ൽ താഴെ വർഷങ്ങളായിട്ടേ ഉള്ളൂ. 100ഓളം വർഷങ്ങൾ, 100-150 വർഷമേ ആയിട്ടുള്ളൂ നമ്മൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പഠിക്കാനും ഉപയോഗിക്കാനും തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ആരാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്ത സയന്റിസ്റ്റുകൾ ആരൊക്കെയാണ്, ഇവരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നമുക്ക് കാര്യമായിട്ട് എക്സാമിന് ചോദിക്കുന്ന തരത്തിലുള്ള വലിയ ക്വസ്റ്റ്യൻസോ അതിൽ ഫിസിക്സിന്റെ വലിയ കോൺസെപ്റ്റുകളോ ഒന്നും ഇല്ലാത്ത ഒരു ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ്. സാധാരണ സ്കൂളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളോട് വെറുതെ ഒന്ന് വായിച്ചു നോക്കാനോ ഒരു സെമിനാർ പോലെ വായിച്ചിട്ട് പ്രസന്റ് ചെയ്യാനോ ഒക്കെ പറഞ്ഞ് ജസ്റ്റ് അങ്ങനെ ഒന്ന് വായിച്ചു വിടുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ ഫിസിക്സിനെ കുറിച്ച് ടോട്ടലി ഓവർവ്യൂ ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് വരുന്ന ഓരോ ചാപ്റ്ററിലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകാം. അപ്പോൾ അതിനുശേഷം വരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും സെക്കൻഡ് ഇയറിൽ പോലും നമ്മൾ പഠിക്കുന്ന ഫിസിക്സിന്റെ പല കോൺസെപ്റ്റുകളെ കുറിച്ചും ചെറുതായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ സയന്റിസ്റ്റുകളെ ഒന്ന് പരിചയപ്പെടുത്തി ഓരോ സയന്റിസ്റ്റും ഏത് കാലഘട്ടങ്ങളിൽ ജീവിച്ചു, അവരുടെ രാജ്യം ഏതാണ്, അവരുടെ മേജർ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ തുടങ്ങി സയൻസ് എന്ന
സബ്ജക്റ്റിനെ, സയൻസ് എന്നൊരു വിഷയത്തെ, അതിൽ തന്നെ ഫിസിക്സ് എന്നൊരു വിഷയത്തെ ഒന്ന് ജനറലി മനസ്സിലാക്കാനുള്ള കുറേ പോയിന്റുകളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ, അതായത് ഫിസിക്കൽ വേൾഡ് എന്നൊരു ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളും ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരുപാട് പറയാൻ പോകുന്നില്ല. ഓക്കെ, അത് നമുക്കൊരു സ്റ്റോറി പോലെയൊക്കെ ആർക്കും ഒന്ന് വായിച്ച് നോക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ചെറിയൊരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഐൻസ്റ്റീൻ്റെ, CV രാമൻ്റെ, JC ബോസിൻ്റെ ഒക്കെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ട് അവരുടെ കാലഘട്ടം ഏത്, അവരെന്താണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്, ഫിസിക്സിലേക്കുള്ള അവരുടെ ഒരു കോൺട്രിബ്യൂഷൻസ് എത്രത്തോളം വലുതായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ജനറലി ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ആ ചാപ്റ്ററിനെ കുറിച്ച് പറയുന്നില്ല. ദെൻ സിലബസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ചാപ്റ്റർ 2 ആയിട്ട് കാണുന്ന ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഞാനൊന്ന് എഴുതാം. യെസ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അല്ല, സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയേണ്ടിയിരിക്കുന്നു ടെക്സ്റ്റ് ബുക്കിലെ പേര് നോക്കുമ്പോൾ. ബട്ട് സിലബസിന്റെ ഒരു ഡെപ്തിനനുസരിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് പറയാറ്. എനിവേ, ആ ചാപ്റ്ററിന്റെ പേരാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. നമ്മൾ പറഞ്ഞു മെക്കാനിക്സ് ആണ് +1 കൂടുതലും പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു മോഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞു. എന്നാൽ ആ പഠനം തുടങ്ങുന്നതിന് മുന്നേ വീണ്ടും മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു വലിയ ബ്രാഞ്ചിനെ പരിചയപ്പെടാൻ നമുക്ക് ആവശ്യമുള്ള ഓരോ ക്വാണ്ടിറ്റികളും നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ക്വാണ്ടിറ്റികൾ എന്ന് പറയുമ്പോൾ മെഷർ ചെയ്യാവുന്ന എല്ലാത്തിനെയും നമ്മൾ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയാറ്. ക്വാണ്ടിറ്റിയുടെ ഡെഫിനിഷൻ തന്നെ അതാണ്, സംതിങ് വിച്ച് ക്യാൻ ബി മെഷേർഡ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എ റൂം, ലെങ്ത് ഓഫ് എ ബെഞ്ച്, ലെങ്ത് ഓഫ് എ ബുക്ക്, അല്ലേ? ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്തുകൂടെ? ഒരു റൂമിൻ്റെ ലെങ്ത് എത്രയുണ്ട് എന്ന്, അല്ലേ? നമുക്ക് മെഷർ ചെയ്യാം. We can measure it, so it is called a quantity. Another quantity is called a mass of an object. പലതരം ഒബ്ജക്റ്റുകളുടെ മാസ് നമുക്ക് വെയിങ് സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് മാസ് മെഷർ ചെയ്യാം. സോ മാസ് ഈസ് എ ക്വാണ്ടിറ്റി. ടൈം എത്ര സമയമായി, ഓരോന്നിൻ്റെയും ടൈം ഡ്യൂറേഷൻ അത് അളക്കാനാണ് നമ്മുടെ കയ്യിൽ വാച്ച് ഉള്ളത്. ടൈം നമുക്ക് മെഷർ ചെയ്യാം. ഇങ്ങനെ ഏരിയ, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, എനർജി, മൊമെൻറ്റം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടിറ്റീസ്. ഈ ക്വാണ്ടിറ്റീസിനെ എങ്ങനെയാണ് മെഷർ ചെയ്യുക? മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ എങ്ങനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? അവരുടെയൊക്കെ യൂണിറ്റ്സ് എന്താണ്? യൂണിറ്റിനനുസരിച്ച് നമുക്ക് ഇവരെ എങ്ങനെയൊക്കെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം? ഈ ഒരു കാര്യത്തെക്കുറിച്ചും നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഡയമെൻഷൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റികളുടെ ഇടയിലുള്ള ഒരു റിലേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്ന, അതോടൊപ്പം ആ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്വാണ്ടിറ്റീസുമായി ബന്ധപ്പെട്ടും ഇക്വേഷൻസുമായി ബന്ധപ്പെട്ടുമുള്ള ഒരുവിധം കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാവുന്ന ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയയും. ദെൻ അവസാനം എറേഴ്സ് ഇൻ മെഷർമെൻറ്റിൽ ഉണ്ടാകുന്ന എററുകൾ, എന്തൊക്കെ തരം തെറ്റുകൾ മെഷർമെൻറ്റിൽ സംഭവിക്കാം. ഇനി അങ്ങോട്ടേക്കുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ തെറ്റില്ലാതെ എങ്ങനെയൊക്കെയാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടത്, ഈ ഒരു കാര്യത്തെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ മെക്കാനിക്സ് എന്ന് പറയുന്ന മോഷനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മോഷനാണ്, മെക്കാനിക്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ഇയർ സിലബസിൻ്റെ ഒരു മേജർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോഴും മെക്കാനിക്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് വീണ്ടും ഒരു ചാപ്റ്റർ, ആ ചാപ്റ്ററിൻ്റെ പേരാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നമ്മുടെ സിലബസിലേക്ക് കടന്നുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. ഞാൻ നേരത്തെ ക്വാണ്ടിറ്റി എന്നൊരു വാക്ക് പറഞ്ഞു. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ കഴിയുന്ന എന്തിനേയും നമ്മൾ ക്വാണ്ടിറ്റി എന്നാണ് പറയുക. ഈ ക്വാണ്ടിറ്റികളെ നമ്മൾ പണ്ട് കാലം മുതലുള്ള ഒരു ഐഡിയ വെച്ച് നോക്കുമ്പോൾ ക്വാണ്ടിറ്റികൾ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ആ ക്വാണ്ടിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ ഞാനൊന്ന് എഴുതാം. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒരു ആദ്യ കാലഘട്ടത്തിൽ ഒരു ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. പിന്നീട് യൂണിറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആദ്യ കാലങ്ങളിൽ പറയുമ്പോൾ ക്വാണ്ടിറ്റികളെ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ഓരോന്നോരോന്നായിട്ട് പറയാം. ഫണ്ടമെന്റൽ, അതിൻ്റെ ഒരു മലയാളം മീനിങ് നോക്കുമ്പോൾ അടിസ്ഥാനപരമായത്, അല്ലേ? ആരൊക്കെയാണ് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു നെയിം വന്നു? എന്തുകൊണ്ട് അവർ ഫണ്ടമെന്റൽ ആയി? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നറിയപ്പെടുന്ന ഫിസിക്സിലെ 3 ക്വാണ്ടിറ്റീസ് ആണ് ലെങ്ത്, മാസ് ആൻഡ് ടൈം. യെസ്, 3 പേർ. ആരൊക്കെ?
ലെങ്ത്, മാസ്, ടൈം, ഈ 3 ക്വാണ്ടിറ്റീസിനെ ആദ്യകാലങ്ങളിൽ, പിന്നീട് വന്നപ്പോൾ ഈ ഫണ്ടമെന്റലിലേക്ക് കുറച്ചും കൂടെ അഡീഷണൽ ആൾക്കാർ വരുന്നുണ്ട്, ഞാൻ അതിനെപ്പറ്റി പറയാം. ആദ്യകാലങ്ങളിൽ ഫണ്ടമെന്റൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് 3 ക്വാണ്ടിറ്റികളാണ്. അവരായിരുന്നു ലെങ്ത്, മാസ് ആൻഡ് ടൈം. എന്തുകൊണ്ട് ഇവർക്ക് അങ്ങനെ ഒരു പേര് വന്നു? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പരിചയപ്പെടുന്ന മറ്റ് പല ക്വാണ്ടിറ്റികളെയും നമ്മൾ ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാകും, ആ ക്വാണ്ടിറ്റികളെല്ലാം ഈ 3 ക്വാണ്ടിറ്റികളിൽ നിന്നും ഉണ്ടായി വന്നതാണ്, ഡിറൈവ്ഡ് ആയിട്ട് വന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഏരിയ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ഏരിയ ഓഫ് എ റൂം, ഏരിയ ഓഫ് എ ബുക്ക്. എന്താ അങ്ങനത്തെ ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ നമ്മൾ എങ്ങനെയാണ് കാണുക? വി നോ ഏരിയ, ഞാനിവിടെ ഇക്വേഷൻ എഴുതാം. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ശരിയല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്, സി ഹിയർ, ലെങ്ത് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. വാട്ട് അബൌട്ട് ബ്രെഡ്ത്ത്? വീതി എന്ന് പറയുന്നതും ആക്ച്വലി ഒരു തരം നീളം തന്നെയല്ലേ? നമ്മൾ പറയാൻ വേണ്ടി വീതി എന്ന് പറയുമ്പോഴും അതും ഒരു നീളം തന്നെയാണല്ലോ. എന്ന് വെച്ചാൽ ഏരിയ മേക്ക് ചെയ്തിരിക്കുന്നത് ലെങ്ത്തിൽ നിന്ന്. ഗോട്ട് ദാറ്റ് ഐഡിയ? ഓക്കെ. നിങ്ങൾ സ്പീഡ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്പീഡ് എന്തായിരുന്നു സ്പീഡിന്റെ ഇക്വേഷൻ? ചെറിയ ക്ലാസ്സിൽ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. സ്പീഡിന്റെ ഇക്വേഷൻ ആണ് ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഞാനൊന്ന് എഴുതാം. സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഈസ് ലെങ്ത് അല്ലേ? ഡിസ്റ്റൻസ്, ദൂരം എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ഡിവൈഡഡ് ബൈ ടൈം. കണ്ടോ, ലെങ്ത്തും ടൈമും ഡിവൈഡ് ചെയ്തപ്പോഴാണ് എന്തുണ്ടായത്? സ്പീഡ്. Okay, another quantity is velocity. കേട്ടിട്ടുണ്ടോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ that is actually displacement by time എന്നാണ് ഇക്വേഷൻ. ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. സ്ഥാനാന്തരം എന്ന് മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവണം, മലയാളം മീഡിയംകാരുണ്ടാവും ചിലപ്പോൾ ക്ലാസ്സിൽ. ഓക്കെ, എനിവേ ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ ലെങ്ത്. Again, length divided by time. So length by time, that is velocity. Okay, volume എന്ന് കേട്ടിട്ടുണ്ടോ? Volume. What is the equation for volume? Volume is length into breadth into height. Correct? Length into breadth into height. What is length, breadth, height represent? Breadth means length itself. Height എന്ന് പറയുന്നതും length തന്നെയാണ് അല്ലെ? ഹൈറ്റ്, it is a type of length. അപ്പോൾ വോളിയം എവിടെ നിന്നാണ് മേക്ക് ചെയ്തത്? ലെങ്ത്തിൽ നിന്നും. നിങ്ങൾ ഡെൻസിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ഡെൻസിറ്റി, വാട്ട് ഈസ് ഡെൻസിറ്റി? ഡെൻസിറ്റി ഈസ് മാസ് ഡിവൈഡഡ് ബൈ വോളിയം, റൈറ്റ്? ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം. മാസ്, see, mass is here, by volume is actually length. so മാസും ലെങ്ത്തും ഒരു പ്രത്യേക കോമ്പിനേഷനിലേക്ക് കൊണ്ടുവന്നാൽ അതെന്തായി മാറി? ഡെൻസിറ്റി ആയി മാറി. ഇങ്ങനെ ഒരുപാടുണ്ട്, എല്ലാം ഞാൻ ഇപ്പോഴേ പറയുന്നില്ല, ബട്ട് എല്ലാം നമുക്ക് പറയാനുണ്ട് വഴിയെ. ഇങ്ങനെ നമ്മൾ ഫിസിക്സിലെ ഒരുവിധം ക്വാണ്ടിറ്റികളെല്ലാം ഒന്ന് എടുത്തു നോക്കിക്കോളൂ, നമുക്ക് കാണാൻ കഴിയും അതെല്ലാം മേക്ക് ചെയ്തിരിക്കുന്നത് ലെങ്ത്, മാസ്, ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടോ ഡിവൈഡ് ചെയ്തിട്ടോ ആയിരിക്കും. പല തവണ യൂസ് ചെയ്താൽ, ഒന്നിലധികം 2-3 തവണ യൂസ് ചെയ്താൽ, ഡിവൈഡ് ചെയ്താൽ, മൾട്ടിപ്ലൈ ചെയ്താൽ അതിൽ നിന്നും പുതിയ ക്വാണ്ടിറ്റികൾ ഉണ്ടാവും. അപ്പോൾ എല്ലാ ക്വാണ്ടിറ്റികളുടെയും ബേസ് ആരാ? എല്ലാ ക്വാണ്ടിറ്റികളുടെയും ബേസ് ഈ 3 പേരാണ്. അതുകൊണ്ടാണ് ഈ ക്വാണ്ടിറ്റീസിന് എന്ത് പേര് വന്നത്? ഫണ്ടമെന്റൽ. അപ്പോൾ ഇനി ഈ പേര് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായോ? ടെൽ മീ, വാട്ട് ഈസ് ഡിറൈവ്ഡ്? ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ ഡിറൈവ് ചെയ്ത് വന്നത്, ഉണ്ടായി വന്നത്. എവിടെ നിന്നുണ്ടായി വന്നത്? ഫണ്ടമെന്റലിൽ നിന്ന് ഉണ്ടായി വന്നത്. അപ്പോൾ ഈ 3 പേരെ നമ്മൾ ഫണ്ടമെന്റൽ എന്ന് പറയുമ്പോൾ ദെൻ നെക്സ്റ്റ് ഏരിയ, സ്പീഡ്, വെലോസിറ്റി, വോളിയം, ഡെൻസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പ്രഷർ, ഇതെല്ലാം ഡിറൈവ്ഡാണ്. ഇതെല്ലാം ഉണ്ടായി വന്നത് മാസ്, ലെങ്ത്, ടൈമിൽ നിന്നാണ്. ഈ ഒരു കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഈ ഒരു ഐഡിയയാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റിയുടെ ഈ ഒരു ഡിവിഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്വാണ്ടിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു. ദേ ആർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് മീൻസ് ദ 3 quantities length, mass and time. They are called fundamental quantities because we can derive a lot of other quantities from these 3 quantities. അല്ലേ? ഈ 3 എണ്ണത്തിൽ നിന്നും നമുക്ക് ഒരുപാട് മറ്റു ക്വാണ്ടിറ്റികളെ മേക്ക് ചെയ്യാൻ പറ്റും. Then next quantities are called derived quantities. What do you mean by derived quantities? Derived quantities means the quantities which are derived from fundamental.
The quantities which are derived from fundamental, they are called derived quantities. We have lots of examples. They are area, speed, velocity, volume, density, etc. etc. ഇതാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ക്വാണ്ടിറ്റിയും ക്വാണ്ടിറ്റിയുടെ ക്ലാസിഫിക്കേഷനും. ക്ലിയർ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു രസകരമായ ഒരു ടോപ്പിക്കാണ് ഡയമെൻഷണൽ അനാലിസിസ്. കുറച്ചൊരു മാത്തമാറ്റിക്കൽ ഐഡിയയും കൂടെ മിക്സായി വരുന്നൊരു ടോപ്പിക്കാണ്. ബട്ട് മനസ്സിലാക്കി പോയാൽ വളരെ എളുപ്പമാണ്. നമ്മൾ തൊട്ട് മുന്നേ ക്വാണ്ടിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ്. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എല്ലാം ഈ ഫണ്ടമെന്റലായ ലെങ്ത്, മാസ്, ടൈമിൽ നിന്നും ഉണ്ടായി വന്നതാണെങ്കിൽ ആ ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ന്യൂ ടെക്നിക്കാണ് ഡയമെൻഷണൽ അനാലിസിസ് നമുക്ക് പറഞ്ഞിരുന്നത്. എല്ലാ ക്വാണ്ടിറ്റീസിനെയും റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ന്യൂ മെത്തേഡ്. ഈ ന്യൂ മെത്തേഡ് പ്രകാരം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മാസ് എന്ന ഒരു ക്വാണ്ടിറ്റി എവിടെ വന്നാലും നമ്മൾ ഇനി ഈ ഡയമെൻഷണൽ മെത്തേഡ് പ്രകാരം നമ്മൾ എഴുതേണ്ടത്, മാസിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ എം എന്നൊരു ലെറ്റർ ഉപയോഗിച്ചാണ്. മാസ് എവിടെ വന്നാലും എന്താണ്? ക്യാപിറ്റൽ എം. ദെൻ ഈ മെത്തേഡ് പ്രകാരം ലെങ്ത് എന്ന ക്വാണ്ടിറ്റിയെ നിങ്ങൾ എവിടെ കണ്ടോ നിങ്ങൾ എഴുതിക്കൊള്ളണം ക്യാപിറ്റൽ ലെറ്റർ എൽ. ലെങ്ത്തിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഡയമെൻഷണൽ ലെറ്റർ ആണ് എൽ. ദെൻ ദി തേർഡ് ക്വാണ്ടിറ്റി ഈസ് ടൈം. ടൈമിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ലെറ്റർ ആണ് ടി. സോ 3 ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാസിനെയും ലെങ്ത്തിനെയും ടൈമിനെയും റെപ്രസെന്റ് ചെയ്യാം. ഈ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ കാണിക്കാം? ഇതാണ് നമ്മൾ ഡയമെൻഷനിൽ കാണാൻ പോകുന്നത്. കുറേ ഇക്വേഷൻസും ക്വാണ്ടിറ്റീസും പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതി പോവാം. ഓരോന്നും പറയുന്നത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. ദെൻ അതിനുശേഷം നിങ്ങളൊന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കുക. ക്ലിയർ? ആദ്യം ഞാൻ പറയുന്നു ഏരിയ. നമുക്കറിയാം ഏരിയ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഡയമെൻഷണൽ മെത്തേഡ് പ്രകാരം നമ്മൾ എങ്ങനെയാണ് ഏരിയയെ റെപ്രസെന്റ് ചെയ്യുക? അതിനുള്ള ടെക്നിക്കാണ് പറയുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏരിയയുടെ ഇക്വേഷൻ എഴുതണം. എന്തായിരുന്നു ഏരിയയുടെ ഇക്വേഷൻ? ഏരിയ ഓഫ് എ സ്ക്വയർ, ഏരിയ ഓഫ് എ റെക്ടാംഗിൾ എന്നൊക്കെ പറയുന്നത്, റെക്ടാംഗിളിന്റെ ഏരിയ ആണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇനി നമ്മൾ ഡയമെൻഷണൽ മെത്തേഡിലേക്ക് വരാം. ലെങ്ത് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ എൽ. സോ ദിസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൽ ഇൻറ്റു ബ്രെഡ്ത്തോ, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് തന്നെയല്ലേ. സോ ഇറ്റ് ഈസ് അഗെയിൻ എൽ. ദാറ്റ് ഈസ് സിംപ്ലി എൽ സ്ക്വയർ. എന്ന് വെച്ചാൽ ഈ 3 ലെറ്റേഴ്സിൽ എൽ സ്ക്വയർ എന്ന ലെറ്റർ മാത്രമേ അതിൽ കാണാനുള്ളൂ. അതല്ലെങ്കിൽ മാസ് ഇല്ല, ടൈം ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി കൃത്യമായിട്ട് എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ടു ദ പവർ 0. എന്ന് വെച്ചാൽ ഏരിയ എന്ന ക്വാണ്ടിറ്റിയിൽ മാസ് എന്ന ക്വാണ്ടിറ്റി ഇല്ല, മാസ് 0 ടൈംസ് ആണ്. ദെൻ എൽ റൈസ് ടു 2, എൽ 2 ടൈംസ് ഉണ്ട്, ടി ഇല്ല. സോ ടി റൈസ് ടു 0. ഇവിടെ നമ്മൾ ഏരിയ എന്ന് എഴുതും, ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടും, ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടും. അപ്പോൾ ഇനി ഇത് വായിക്കേണ്ടത് ഡയമെൻഷൻസ് ഓഫ് ഏരിയ ഈസ് ഈക്വൽ ടു എം റൈസ് ടു 0, എൽ റൈസ് ടു 2, ടി റൈസ് ടു 0. സിമ്പിൾ അല്ലേ? എൻട്രൻസ് എക്സാമിന് വരെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ കൊണ്ട് നിൽക്കില്ല. ഇതിങ്ങനെ എഴുതി 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 10ഉം 25ഉം 50ഉം 100ഉം ക്വാണ്ടിറ്റി വരെ പോകും. ഇപ്പോഴല്ല, ഒറ്റയടിക്കല്ല, +1 കഴിയുമ്പോഴേക്കും. കാരണം ഈ ചാപ്റ്ററിൽ പറയാനുള്ള ഈ ഡയമെൻഷൻസ് പോലെയുള്ള പോയിന്റുകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇതൊക്കെ നമുക്ക് ഏത് ചാപ്റ്ററിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, 100-ലധികം ക്വാണ്ടിറ്റീസ് നമുക്ക് വരാനുണ്ട്, പഠിക്കാനുണ്ട്, ഇക്വേഷൻസ് വരാനുണ്ട്. പറയാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എല്ലാം കൂടെ ഇപ്പോൾ പറയുന്നില്ല, നമുക്കൊരു വർഷമുണ്ട് പറയാൻ. മെല്ലെ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത ക്വാണ്ടിറ്റി ഞാൻ എഴുതുന്നു വോള്യം. വോള്യം എങ്ങനെ ഡയമെൻഷൻസ് ഉണ്ടാക്കാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതല്ലേ വോള്യത്തിൻ്റെ ഇക്വേഷൻ? ഏതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി കേട്ടോ. നമുക്കറിയാവുന്ന ഒരു സിമ്പിൾ ഇക്വേഷൻ എഴുതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ദെൻ ഡയമെൻഷൻസിലേക്ക് വരാം. ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൽ, ബ്രെഡ്ത്ത് അഗൈൻ ക്യാപിറ്റൽ എൽ, ഹൈറ്റ് അഗൈൻ ക്യാപിറ്റൽ എൽ. സോ ദിസ് ഈസ് എൽ ക്യൂബ്. ദാറ്റ് ഈസ് അഗൈൻ ഈക്വൽ ടു എം റൈസ് ടു 0, എൽ റൈസ് ടു 3, ടി റൈസ് ടു 0. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ വോള്യം എന്ന് എഴുതുന്നു, ഇൻ എ സ്ക്വയർ ബ്രാക്കറ്റ്, ഹിയർ അഗൈൻ എ സ്ക്വയർ ബ്രാക്കറ്റ്. ഇങ്ങനെ എഴുതിയാൽ നമ്മൾ വായിക്കുന്നു ഡയമെൻഷൻസ് ഓഫ് വോള്യം ഇസ് ഈക്വൽ ടു എം റൈസ് ടു 0, എൽ റൈസ് ടു 3, ടി റൈസ് ടു 0. ഗുഡ്. അടുത്ത ക്വാണ്ടിറ്റി നോക്കാം. അടുത്ത ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഞാൻ എഴുതുന്നു സ്പീഡ്. വാട്ട് ഈസ് സ്പീഡ്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം.
എങ്ങനെ ഡയമെൻഷൻസ് ആക്കാം? That is equal to distance. Yeah, tell me. എന്താ distance? Distance is a length. Length is L by താഴെയാണ്, ഡിനോമിനേറ്ററിലാണ്, മാറിപ്പോവരുത്. ഡിനോമിനേറ്ററിൽ time. So time is represented by T. So capital T. താഴെയാണ് T. ഇതിന്റെ പവേഴ്സ് എന്താ? L എന്ന് മാത്രം എഴുതിയാൽ ഇത് ആക്ച്വലി L⁻1 ആണ്. ടി എന്ന് മാത്രം കണ്ടാൽ അവിടെ ഒരു T⁻1 ഉണ്ട്. 1 എന്ന് അവിടെ എഴുതിയാലും കുഴപ്പമില്ല, ഇനി ഒന്നും എഴുതിയില്ലെങ്കിലും അവിടെ 1 ഉണ്ട് എന്നാണ് മീനിങ്, അല്ലേ? ദെൻ നമ്മൾ പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി നമുക്ക് ഈ ഡിനോമിനേറ്ററിലുള്ള ടേമിനെ നമുക്കൊന്ന് ന്യൂമറേറ്ററിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോവാം. ചെറിയൊരു മാത്തമാറ്റിക്കൽ ട്രിക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു L⁻1. അതങ്ങനെ തന്നെ, മാറ്റമൊന്നുമില്ല. താഴെ കിടക്കുന്ന ടി പിടിച്ച് മുകളിൽ കൊണ്ടുപോകുമ്പോൾ മാത്സിലുള്ള ട്രിക്കാണ്. എന്താണോ പവറായിട്ട് എഴുതിയത് അത് നെഗറ്റീവ് ആക്കണം. ഓക്കെ, ഓൾറെഡി പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കണം, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കണം. ഇവിടെ 1 ആണ്, അപ്പോൾ അത് മുകളിൽ പോകുമ്പോൾ T⁻1. അതിൻ്റെ അർത്ഥം താഴെയാണ് എന്നാണ്. ദെൻ മാസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന്, ദാറ്റ് ഈസ് ഈക്വൽ ടു m⁻0 L⁻1 T⁻1. ഇതാണ് സ്പീഡ് എന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ്. ക്ലിയർ അല്ലേ? പ്രശ്നമുണ്ടോ? അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? സിമ്പിൾ. സ്പീഡിൽ എല്ലാ ക്വാണ്ടിറ്റികളും, എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളും മാസ്, ലെങ്ത്, ടൈം കൊണ്ടാണ് മേക്ക് ചെയ്യുക നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം സ്പീഡിൽ മാസ് ഇല്ല, മാസ് 0 ലെങ്ത് ഉണ്ട്. ലെങ്ത് എന്ന് പറയുന്ന ഒരു ടേം ഐഡിയ അതിലുണ്ട്. ടൈം ഉണ്ട്. ലെങ്ത്തും ടൈമും ഒരു തവണയാണ് ഉള്ളത്. ലെങ്ത് മുകളിൽ ന്യൂമറേറ്ററിലാണ്, ടൈം ഡിനോമിനേറ്ററിലാണ്. അങ്ങനെ വന്നാൽ അത് സ്പീഡായി എന്നർത്ഥം. ഇങ്ങനൊരു കണക്ഷനാണ് നമ്മൾ ഈ ഡയമെൻഷൻസിലൂടെ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് ചെക്ക് ചെയ്താലോ? വാട്ട് ഈസ് വെലോസിറ്റി? Velocity, that is equal to displacement by time. Displacement, it is again a length, so this is equal to L by T. Okay, that is equal to, ഞാൻ പെട്ടെന്ന് എഴുതട്ടെ, മനസ്സിലാവുമോ? ഒന്ന് ട്രൈ ചെയ്യാം, അല്ലേ? That is m⁻0 L⁻1 T⁻1. Got it? അതാണ് വെലോസിറ്റി. ഇങ്ങനെ തീർന്നില്ല, നമുക്ക് കുറേ ക്വാണ്ടിറ്റികൾ എഴുതാനുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ കാണിച്ചു തന്നു എന്ന് മാത്രം. ഈ പറയുന്നൊരു മെത്തേഡൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഈ തരത്തിലാണ് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ളത്. ഓരോ പാർട്ടായിട്ട് വളരെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോയാൽ ഫിസിക്സ് എളുപ്പമാണ്. എല്ലാ എൻട്രൻസ് എക്സാമുകൾക്കും, എല്ലാത്തരം എക്സാമുകൾക്കും ഫിസിക്സ് ആണ് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ്. ഫിസിക്സ് ആണ് ക്രൂഷ്യൽ. ഫിസിക്സ് ആണ് റാങ്ക് ഡിസൈഡിങ് സബ്ജക്റ്റ്. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് വെറുതെ പൊക്കി പറയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചു നോക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫിസിക്സ് ഇൻ ഡെപ്തിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് എക്സാമിനും മറ്റും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു ഡെമോ വീഡിയോ മാത്രമാണ്. ഇത്രയും നിങ്ങൾ കാണൂ. അതോടൊപ്പം ഞാൻ മറ്റു ചില ലിങ്കും കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, ദെൻ ബൈ.